ഹലോ, ഞാൻ ശ്രുതി, ജർമ്മനിയിലെ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ്. അപ്പൊ എനിക്ക് വന്നൊരു ചോദ്യമാണ്, 1 ഇയർ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സ് ചെയ്തതിന് ശേഷം ഫ്ലേഗെ ഫാഹ്ഫ്രൗ ഓർ മാൻ എന്ന് പറയുന്ന നഴ്സിംഗ് കോഴ്സിലേക്ക് മാറുന്നതാണോ നല്ലതെന്ന്. അതായത് നിങ്ങൾ 1 ഇയർ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് കോഴ്സ് ചെയ്യുവാണെങ്കിൽ അതിനുശേഷം നിങ്ങൾ ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് മാറും. അതിനോടുകൂടി തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലേക്ക് നമ്മുടെ നഴ്സിംഗ് ഫ്ലേഗെ ഫാഹ്ഫ്രൗ ഓർ മാൻ എന്ന് പറയുന്ന കോഴ്സിലേക്ക് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. പക്ഷെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിങ്ങൾ നിങ്ങളുടെ സ്കൂളുകാരോടും അതുപോലെ തന്നെ നിങ്ങളുടെ എംപ്ലോയറിനോടും കൺഫേം വരുത്തേണ്ടതുണ്ട്. പല സ്റ്റേറ്റിലും റൂൾസ് ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ ഫ്ലേഗെ അസിസ്റ്റന്റ് കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ അയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ സെക്കൻഡ് ഇയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ സ്റ്റേറ്റിൽ എന്താണ് അതിന്റെ ക്രൈറ്റീരിയ എന്നൊക്കെ ഉറപ്പാക്കിയതിന് മാത്രമേ നിങ്ങൾ അങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് ചൂസ് ചെയ്യാവുള്ളൂ. ആക്ച്വലി ഈ ഫ്ലേഗെ അസിസ്റ്റന്റ് കോഴ്സ് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. എന്നിട്ട് തേർഡ് ഇയറിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യമാണ്. പക്ഷെ ഇത് ആർക്കാണ് വേണ്ടത്? നിങ്ങൾക്ക് B2 ഇല്ല, അതുപോലെ തന്നെ B2 ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ലാംഗ്വേജിൽ കോൺഫിഡന്റ് അല്ല, നിങ്ങൾക്ക് ഈ തേർഡ് ഇയർ ഹൗസ് ബിൽഡിംഗ് അത് കുറച്ച് ടഫാണ്, അത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 1 ഇയർ കോഴ്സ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ നഴ്സിംഗ് എന്ന് പറയുന്ന കരിയർ നിങ്ങൾക്കത് എടുക്കാൻ പറ്റുമോ എന്നൊന്നും ഉറപ്പില്ലെങ്കിലും നിങ്ങൾക്ക് ഈ 1 ഇയർ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സ് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ടൊന്ന് പൊരുത്തപ്പെട്ടൊക്കെ പോകാൻ പറ്റും, ഇതെനിക്ക് പറ്റുന്നതാണോ എന്നൊക്കെ അറിയാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സ് നല്ലതാണ്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ നല്ല ലാംഗ്വേജ് ഉണ്ട്, എനിക്ക് ഈ തേർഡ് ഇയർ ഹൗസ് ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ ഈ 1 ഇയർ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ തേർഡ് ഇയർ ഹൗസ് ബിൽഡിംഗിലേക്ക് കിടക്കുക. ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യുക, സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്യുക, തേർഡ് ഇയർ കംപ്ലീറ്റ് ചെയ്യുക, എക്സാം പാസ്സാവുക, നഴ്സായിട്ട് വർക്ക് ചെയ്യുക എന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ ഷിഫ്റ്റ് ചെയ്യാനാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അതുപോലെ സ്കൂള്, അതുപോലെ ആർബൈറ്റ്ഗേബർ അതായത് നിങ്ങളുടെ എംപ്ലോയർ, ഇവരെ കോണ്ടാക്ട് ചെയ്ത് എന്താണ് ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് നന്നായി അറിഞ്ഞതിന് ശേഷം മാത്രമേ ആ ഒരു കോഴ്സ് ചൂസ് ചെയ്യാവുള്ളൂ. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. ടാറ്റാ.